ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പോളിടെക്നിക് ഡിപ്ലോമ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒന്നാം അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റാങ്ക് ലിസ്റ്റും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പും ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരിക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് polyadmission.org എന്ന് സെർച്ച് ചെയ്തൊരു വെബ്സൈറ്റിലേക്ക് വരാവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അലോട്ട്മെൻറ്റ് സ്ലിപ്പ് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ ചെക്ക് യുവർ അലോട്ട്മെൻറ്റ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് നിങ്ങൾ ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്ന കോളേജിലാണ് നമ്മൾ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ അതേപ്പറ്റി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ റാങ്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചെക്ക് യുവർ റാങ്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റാങ്ക് ചെക്ക് ചെയ്യാം. അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ലാസ്റ്റ് ഇൻഡെക്സ് ഇൻ അലോട്ട്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വന്നിരിക്കുന്ന കുട്ടികളുടെ ലാസ്റ്റ് ഇൻഡെക്സും റാങ്കും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ജില്ലയാണോ ആ ജില്ല സെലക്ട് ചെയ്യുക. ഏത് പോളിടെക്നിക്കാണ്, ഞാനിപ്പോൾ എല്ലാ പോളിടെക്നിക്കും സെലക്ട് ചെയ്തു. ഏത് പ്രോഗ്രാമാണോ, ഞാനിപ്പോൾ ഇതിൽ ഇലക്ട്രോണിക്സ് സെലക്ട് ചെയ്യുന്നു. ഞാൻ എൻ്റെ കോട്ടയായിട്ട് നിങ്ങളുടെ കോട്ട ഏതാണോ വരുന്നത് ആ കോട്ട സെലക്ട് ചെയ്യുക. ഞാൻ ജനറൽ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും എത്ര റാങ്ക് വരെ ഉള്ളവർക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. മീൻസ് എത്ര റാങ്ക് വരെ ഉള്ളവർക്ക് ഈ പ്രാവശ്യം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, എത്ര ഇൻഡെക്സ് സ്കോർ വരെയുള്ളവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് പൊസിഷനാണിത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ ഇൻഡെക്സ് സ്കോറും വരുന്നതിനനുസരിച്ചിട്ടുള്ള ഓപ്ഷനുകളും കോളേജുകളും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാനിത് വിശദമായി കഴിഞ്ഞ പ്രാവശ്യം ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ പറഞ്ഞാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് കാണാൻ പറ്റുന്നത് പാർഷ്യൽ ക്യാൻസലേഷൻ റീഅറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ ഉണ്ടെങ്കിൽ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു പ്രിൻറ്റ് ആക്റ്റീവ് ഓപ്ഷൻസ് പ്രിൻറ്റ് എടുക്കണമെന്നുണ്ട്. പ്രിൻറ്റ് ആക്റ്റീവ് ഓപ്ഷൻ എന്നുള്ളത് കൊടുത്തിട്ട് ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് നിങ്ങൾക്കത് പ്രിൻറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചവർ എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർ എന്ത് ചെയ്യണം എന്നുള്ളതും പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയവരെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് ജോയിനിങ് ബേസ്ഡ് ഓൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് 4/7/2024 അപ്പോൾ ഇന്നാണ് നമുക്ക് അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ജൂലൈ 4 തീയതിക്കുള്ളിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നവർ കോളേജിൽ റിപ്പോർട്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ ഓപ്ഷൻ ലഭിക്കുന്ന അപേക്ഷകർ അവർക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ആപ്ലിക്കേഷൻ പ്രതിപാദിച്ചിട്ടുള്ള അസൽ സർട്ടിഫിക്കറ്റുമായി ഹാജരായി ഫീസ് അടച്ച് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്രകാരം ചെയ്യാത്ത അപേക്ഷകരുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കുന്നതും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നതുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന ആ ഒരു ഫസ്റ്റ് ഓപ്ഷൻ അത് ഏത് കോളേജിലാണോ ലഭിച്ചിരിക്കുന്നത് നിങ്ങൾ ആ ഒരു പോളിടെക്നിക് പോയിട്ട് അവിടെ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം, എത്ര രൂപ ഫീസൊക്കെ ആവുന്നുള്ള ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിലവിൽ ലഭിച്ച അലോട്ട്മെൻറ്റിൽ തൃപ്തരായ അപേക്ഷകർക്ക് അത് ഒന്നാമത്തെ ഓപ്ഷൻ അല്ലെങ്കിലും ആപ്ലിക്കേഷനിൽ പ്രതിപാദിച്ചിട്ടുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരായി ഫീസ് അടച്ച് സ്ഥിര അഡ്മിഷൻ നേടാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്, ഞാനൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നാണ് നിങ്ങൾക്ക് ആഗ്രഹം എങ്കിലും ഇപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ ലഭിച്ചു. പക്ഷേ നിങ്ങൾ ഈ മൂന്നാമത് കിട്ടിയിരിക്കുന്ന കോളേജും അവിടെ കിട്ടിയിരിക്കുന്ന ഓപ്ഷനും നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾക്ക് ആ ഒരു കോളേജ് തന്നെ മതി, ആ ഒരു പ്രോഗ്രാം തന്നെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ കിട്ടിയിരിക്കുന്ന കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാം. പക്ഷേ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ നിങ്ങളവിടെ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ മുകളിലുള്ള 1ഉം 2ഉം നിങ്ങൾ ഡിലീറ്റ് ആക്കിയേക്കണം, അല്ലെങ്കിൽ ക്യാൻസൽ ആക്കിയേക്കണം, അല്ലെങ്കിൽ അത് അടുത്ത അലോട്ട്മെൻറ്റ് നിങ്ങൾ പരിഗണിക്കും. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ മൂന്നാമത്തെ ഓപ്ഷന് നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയേക്കുന്നവർ നിർബന്ധമായിട്ടും പെർമനന്റ് അഡ്മിഷൻ ആ കിട്ടിയിരിക്കുന്ന കോളേജിൽ പോയി എടുക്കണം. രണ്ടാമത് ഏതെങ്കിലും ഓപ്ഷൻ കിട്ടിയേക്കുന്നവർ, ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നവർ നിങ്ങൾക്ക് ആ ഒരു കോളേജും ആ ഒരു ഓപ്ഷനും മതിയെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് നിലനിർത്തുകയും എന്നാൽ ഉയർന്ന ഓപ്ഷനുകളിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നതുമായ അപേക്ഷകർ ഏറ്റവും അടുത്തുള്ള ഗവൺമെൻറ് എയ്ഡഡ് IHRD കേപ്പ് പോളിടെക്നിക്കൽ ഏതെങ്കിലും അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരായി വെരിഫിക്കേഷൻ നടത്തി സർട്ടിഫിക്കറ്റുകൾ തിരികെ നൽകുന്നതാണ്, രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള അപേക്ഷകർ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുക്കേണ്ടതും അല്ലാത്ത പക്ഷം അലോട്ട്മെൻറ്റ് റദ്ദാകുന്നതുമായിരിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന അലോട്ട്മെൻറ്റ് നിങ്ങൾക്കൊരു ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫീസൊന്നും എടുക്കണ്ട, നിങ്ങൾ ഫീസൊന്നും അടയ്ക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് അടുത്തുള്ള ഗവൺമെൻറ് എയ്ഡഡ് അല്ലെങ്കിൽ IHRD കേപ്പ് ഏതെങ്കിലും പോളിടെക്നിക്കിൽ പോയിട്ട് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാണിച്ച് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ഒരു അഡ്മിഷൻ എടുക്കാം, അതായത് ഒരു രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റ് ലഭിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണോ കിട്ടുന്നത് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് അഥവാ ലഭിച്ചില്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നിടത്ത് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി ആർക്കൊക്കെ പെർമനന്റ് അഡ്മിഷൻ എടുക്കണം, ആരൊക്കെയാണ് ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ടത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റിൽ താല്പര്യമില്ലാത്തവരും ഉയർന്ന ഓപ്ഷൻ മാത്രം പരിഗണിക്കുന്നവരും നിലവിൽ ഒന്നും ചെയ്യേണ്ടതില്ല. അവർക്ക് നിലവിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷനാണ് ലഭിച്ചിരിക്കുന്നത്. 5ാമത്തെ
അഞ്ചാമത്തെ ഓപ്ഷൻ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു അഞ്ചാമത്തെ ഓപ്ഷൻ താല്പര്യമില്ല. അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത അലോട്ട്മെൻറ്റിൽ അതിന് മുകളിലേക്കുള്ളത് നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു അഞ്ചാമത്തെ ഓപ്ഷൻ പക്ഷേ നഷ്ടപ്പെടും. നിങ്ങൾക്ക് ആ അഞ്ചാമത്തെ ഓപ്ഷൻ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടെമ്പററി അഡ്മിഷൻ എടുക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് അവരുടെ നിലവിലെ ഓപ്ഷനുകൾ പുനഃക്രമീകരണം ചെയ്യുന്നതിനോ ഒഴിവാക്കുന്നതിനോ അഡ്മിഷൻ പോർട്ടലിലെ പാർഷ്യൽ ക്യാൻസലേഷൻ റീഅറേഞ്ച്മെൻറ്റ് ഓപ്ഷൻസ് എന്ന ലിങ്ക് വഴി സാധിക്കുന്നതാണ്. ഞാനത് കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് മാറ്റണം, വേറൊരു കോളേജ് എവിടേക്ക് ആഡ് ചെയ്യണം, ചേഞ്ച് ചെയ്യണം എങ്കിൽ നിങ്ങൾക്കത് റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് മുകളിലുള്ള ഓപ്ഷൻസ് താല്പര്യമില്ല, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കോളേജിന് തൊട്ട് മുകളിലുള്ള കോളേജ് മതി, അതായത് നാലാമത്തെ ഓപ്ഷൻ മതി, 3ഉം 2ഉം ഒന്നും താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 3ഉം 2ഉം ഒക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യാനും നിങ്ങൾക്ക് ക്യാൻസലേഷൻ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പോർട്ടലിലെ പാർഷ്യൽ ക്യാൻസലേഷൻ എന്നുള്ള ഒരു ലിങ്ക് വഴി നിങ്ങൾക്കത് സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഇത് നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളാണ് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എടുത്തോളുക, അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തോളുക, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എടുത്തുകൊള്ളുക. രണ്ടാമതായിട്ട് വേണ്ട നിങ്ങളുടെ SSLC ബുക്കാണ്. കാരണം ഇത് SSLC വൈസ് ആണല്ലോ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ SSLCയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നിങ്ങൾ അവസാനം പഠിച്ച കോളേജിൽ നിന്ന് അല്ല സ്കൂളിൽ നിന്നുള്ള TC, നിങ്ങളുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങളുടെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ ലാസ്റ്റ് പഠിച്ച സ്കൂളിൽ നിന്ന് നിങ്ങളുടെ SSLC കഴിഞ്ഞപ്പോൾ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കിട്ടി കാണുമല്ലോ, അപ്പോൾ ആ ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എടുത്തോളുക. പിന്നെ നിങ്ങളുടെ റിസർവേഷൻ, നിങ്ങൾക്ക് ഏതൊക്കെ റിസർവേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് എടുത്തോളുക. ഇപ്പോൾ SC/ST കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തോളുക. OBC കുട്ടികൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തോളുക. EWS കൊടുത്തിരിക്കുന്ന കുട്ടികൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തോളുക. ഇതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം കൊണ്ടുപോകാൻ. ഓക്കെ, പിന്നെ വേണ്ടത് CBSE പഠിച്ച കുട്ടികൾ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തോളുക. പിന്നെ വേണ്ടത് ആധാർ കാർഡാണ്. നിങ്ങളുടെ ആധാർ കാർഡ് ഒറിജിനൽ എടുത്തോളുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സിന് ഒറിജിനലാണ് അവിടെ ഹാജരാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തോളുക. ഓക്കെ, ഇനി പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നവരെ ഫീസായിട്ട് എത്ര അടയ്ക്കേണ്ടി വരുമെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിവിടെ കാണാൻ സാധിക്കും. ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയാണ് നിങ്ങൾ ഈ ഒരു ഫീസാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ അഡ്മിഷൻ ഫീസും ട്യൂഷൻ ഫീസും ഇവിടെ പറയുന്നുണ്ട്. അത് അഡ്മിഷൻ സമയത്ത് അടയ്ക്കാൻ പറഞ്ഞിരിക്കുന്ന മാത്രം അടച്ചാൽ മതി. ഏകദേശം 1260 രൂപയാണ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീസാണ് നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്നത്. ഇതുകൂടാതെ പിന്നെ എന്തെങ്കിലും PTA ഫണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു PTA ഫീസ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അടയ്ക്കേണ്ടി വരും. മാക്സിമം ഡിജിറ്റൽ പേയ്മെൻ്റ് ആയിട്ടായിരിക്കും ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ അതാത് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുക. അതുപോലെ തന്നെ താഴെ IHRD കോളേജിൽ കിട്ടുവാണെങ്കിൽ എത്ര ഫീസ് അടയ്ക്കണം എന്നുള്ള ഇവിടെ പറയുന്നുണ്ട്. അതിൽ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്ന ആ ഒരു ഫീസാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അടയ്ക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ കേപ്പ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുവാണെങ്കിൽ എത്ര രൂപയാണ് ഫീസ് അടയ്ക്കണം എന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് ലഭിക്കുന്നതെങ്കിൽ അടയ്ക്കേണ്ട ഫീസിൻ്റെ ഡീറ്റെയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫീസിൻ്റെ ഡീറ്റെയിൽ എല്ലാം നമുക്ക് പ്രോസ്പെക്ടസിലുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ്സ് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും നിങ്ങളുടെ റാങ്കും നോക്കിയിട്ട് ഞാൻ ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് പറഞ്ഞായിരുന്നു, ആ രീതിയിൽ നിങ്ങളുടെ ഓപ്ഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഈ പ്രാവശ്യം അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനി തുടർന്നുള്ള അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും. അതായത് ഇനി നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികളും സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമൊക്കെ കുട്ടികൾ എഞ്ചിനീയറിങ്ങിനും മറ്റ് കോഴ്സിനൊക്കെ മാറുമ്പോൾ പിന്നെയും വേക്കൻസി വരും. പിന്നെ അതിനുശേഷം സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. ഇനി നിങ്ങൾക്ക് മാർക്ക് തീരെ കുറവാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ഇൻഡെക്സ് സ്കോർ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് തീരെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് IHRD അങ്ങനെ സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, തുടർന്ന് നിങ്ങൾക്ക് വീഡിയോ ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.